ലോകരാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്ന് അമേരിക്കയുടെ സാമ്പത്തിക നയങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ 3 മാസങ്ങളായി തുടർച്ചയായി പ്രഖ്യാപിക്കുന്ന തീരുവകൾ ആഗോള വ്യാപാര രംഗത്ത് വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ തീരുവകൾക്കെതിരെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ശക്തമായ പ്രതിഷേധങ്ങളുമാണ് ഉയരുന്നത്. ബ്രസീൽ പ്രസിഡന്റ് ലുല ഡി സിൽവയുടെ വാക്കുകൾ ഈ പ്രതിഷേധത്തിന്റെ പൊതുവികാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ലോകത്തിന് ഒരു ചക്രവർത്തിയുടെ ആവശ്യമില്ല, നമ്മളെല്ലാവരും പരമാധികാര രാഷ്ട്രങ്ങളാണ്. അമേരിക്കയെ പോലൊരു രാജ്യത്തെ പ്രസിഡന്റ് മറ്റു വേദികൾ വെടിഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ തീരുവ ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നത് ഉത്തരവാദിത്വമില്ലാത്ത ചെയ്തിയാണ്. ട്രംപിന്റെ ഈ നിലപാടുകൾക്ക് പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ടെന്ന് പലരും കരുതുന്നു. ബ്രിക്സ് പോലുള്ള അമേരിക്കൻ വിരുദ്ധ കൂട്ടായ്മകളിൽ അംഗങ്ങളായ രാജ്യങ്ങൾക്ക് 10% പിഴത്തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ബ്രിക്സിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ കൂടിയായ ഡി സിൽവയുടെ പ്രതികരണം. ബ്രസീൽ പ്രസിഡന്റ് ലുല ഡാ സിൽവയുടെ വാക്കുകൾ ഈ പ്രതിഷേധത്തിന്റെ പൊതുവികാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ലോകത്തിന് ഒരു ചക്രവർത്തിയുടെ ആവശ്യമില്ല, നമ്മളെല്ലാവരും പരമാധികാര രാഷ്ട്രങ്ങളാണ്. അമേരിക്കയെ പോലെ ഒരു രാജ്യത്തെ പ്രസിഡന്റ് മറ്റു വേദികൾ വെടിഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ തീരുവ ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നത് ഉത്തരവാദിത്വമില്ലാത്ത ചെയ്തിയാണ്. ട്രംപിന്റെ ഈ നിലപാടുകൾക്ക് പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ടെന്നും പലരും കരുതുന്നു. ബ്രിക്സ് പോലുള്ള അമേരിക്കൻ വിരുദ്ധ കൂട്ടായ്മകളിൽ അംഗങ്ങളായ രാജ്യങ്ങൾക്ക് 10% പിഴത്തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ബ്രിക്സിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ കൂടിയായ ഡാ സിൽവയുടെ പ്രതികരണം. ഇത് അമേരിക്കൻ സാമ്പത്തിക ആധിപത്യത്തിനെതിരെയുള്ള ഒരു തുറന്ന വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞു. ട്രംപിന്റെ തീരുവ നയങ്ങളുടെ നാൾ വഴി. ട്രംപ് തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ അമേരിക്കയുമായി വ്യാപാര മിച്ചം കാണിക്കുന്ന രാജ്യങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. 2025 ജനുവരി 20 അധികാരമേറ്റതിന് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അദ്ദേഹം തന്റെ വാഗ്ദാനം നടപ്പിലാക്കി തുടങ്ങി. മെക്സിക്കോ, കാനഡ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അധിക ചുങ്കം പ്രഖ്യാപിച്ചു. പിന്നീട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഉരുക്ക്, അലുമിനിയം ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും ചുമത്തി. മെക്സിക്കോക്കും കാനഡയ്ക്കും താൽക്കാലികമായി തീരുവകളിൽ ഇളവ് ലഭിച്ചെങ്കിലും ചൈനയ്ക്കും ഉരുക്ക്, അലുമിനിയം ഉൽപ്പന്നങ്ങൾക്കും ഈ ഇളവ് ലഭിച്ചിരുന്നില്ല. ഏപ്രിൽ 2 ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം ബാധകമായ പകരത്തിന് പകരമുള്ള തീരുവകൾ ട്രംപ് പ്രഖ്യാപിച്ചു. ഇതിന് 2 ഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്നാമതായി, അമേരിക്കയിലേക്കുള്ള എല്ലാ അന്യരാജ്യ കയറ്റുമതികൾക്കും ഏകീകൃതമായി 10% തീരുവ. ഇത് അമേരിക്കൻ ഖജനാവിലേക്ക് വലിയ തോതിൽ പണമെത്തിച്ചു. രണ്ടാമതായി, ഓരോ രാജ്യത്തിനും വെവ്വേറെയുള്ള പകരച്ചുങ്കം. രണ്ടാമത്തെ തീരുമാനത്തിന് 90 ദിവസത്തെ ചർച്ചാ കാലാവധി അനുവദിച്ചു. അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തൽ പ്രകാരം 90 രാജ്യങ്ങൾ അമേരിക്കയുമായി തീരുവ ചർച്ചകളിൽ ഏർപ്പെട്ടു. എന്നാൽ ഏപ്രിൽ 9 മുൻപ് ഭാഗികമായെങ്കിലും കരാറിൽ ഏർപ്പെടാൻ കഴിഞ്ഞത് ഇംഗ്ലണ്ടിനും വിയറ്റ്നാമിനും മാത്രമാണ്. ഈ കരാറുകൾ പലപ്പോഴും കീഴടങ്ങലിന് സമാനമായിരുന്നു. ഉദാഹരണത്തിന്, ഇംഗ്ലണ്ടിലേക്ക് അമേരിക്കയിൽ നിന്നുമുള്ള മിക്ക ഇറക്കുമതികളുടെയും തീരുവ 10% കുറയ്ക്കുകയും ബാക്കിയുള്ളവ 25% നിജപ്പെടുത്തുകയും ചെയ്തു. വിയറ്റ്നാം ആകട്ടെ അമേരിക്കയിൽ നിന്നുള്ള മിക്ക ഉൽപ്പന്നങ്ങളെയും ചുങ്കരഹിതമാക്കി. എന്നാൽ വിയറ്റ്നാം അമേരിക്കയിലേക്ക് അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 20% തീരുവ ചുമത്തി. 90 ദിവസത്തെ ചർച്ചാ കാലാവധി കഴിഞ്ഞപ്പോൾ കരാറിലെത്താൻ കഴിയാതിരുന്ന 14 രാജ്യങ്ങൾക്ക് പുതിയ ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ ഉത്തരവുകൾ പുറത്തുവന്നു. അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷികളായ ജപ്പാനും ദക്ഷിണ കൊറിയയ്ക്കും 25% തീരുവ ചുമത്തി. മറ്റ് 12 രാജ്യങ്ങൾക്ക് 25%-നും 45%-നും ഇടയിലുള്ള തീരുവയാണ് ഏർപ്പെടുത്തിയത്. എന്നാൽ ഈ പുതിയ തീരുവകൾ ആഗസ്റ്റ് 1 വരെ നീട്ടിവെക്കുകയും മറ്റു രാജ്യങ്ങളെ ഉടമ്പടിയിലെത്തിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയുമാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇന്ത്യയുടെ ജാഗ്രതയും വെല്ലുവിളികളും ട്രംപ് അധികാരത്തിലെത്തിയാൽ വലിയ തീരുവകൾ വരുമെന്ന് ഇന്ത്യ മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ തുടക്കം മുതൽ തന്നെ അനുരഞ്ജനത്തിന്റെ പാതയാണ് സ്വീകരിച്ചത്. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമതായി, വികസിത രാജ്യമാവുക എന്ന ഇന്ത്യൻ സ്വപ്നം സ്വന്തം ഉൽപാദനവും ഉപഭോഗവും കൊണ്ട് മാത്രം സാധ്യമല്ലെന്ന് ലോക സാമ്പത്തിക ചരിത്രം ഇന്ത്യയെ പഠിപ്പിച്ചു. ലോകത്ത് ഒരു രാജ്യത്തിനും അമേരിക്കൻ ഉപഭോക്താക്കളെ വെല്ലാൻ കഴിഞ്ഞിട്ടില്ല. 2023 അമേരിക്കൻ കുടുംബങ്ങൾ $19 ലക്ഷം കോടി ചെലവഴിച്ചത്. ഇത് യൂറോപ്യൻ യൂണിയന്റെ ഇരട്ടിയും ചൈനയുടെ 3 ഇരട്ടിയുമായിരുന്നു. രണ്ടാമതായി, വിദേശ വ്യാപാരത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പങ്കാളി അമേരിക്കയാണ്. 2024-25 ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത് $8,651 കോടി ഉൽപ്പന്നങ്ങളാണ്. അവിടെ നിന്നുള്ള ഇറക്കുമതി $4,569 കോടി. ഈ സാഹചര്യങ്ങൾ പരിഗണിച്ച് പകരച്ചുങ്കം കടുപ്പിക്കുന്നതിന് മുൻപ് തന്നെ അനുരഞ്ജന സന്ദേശം അമേരിക്കയ്ക്ക് നൽകാൻ ഇന്ത്യ ശ്രമിച്ചിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിൽ മോട്ടോർ സൈക്കിളുകൾ ഉൾപ്പെടെയുള്ള ചില അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ തീരുവകൾ കുറച്ചു. പിന്നീട് ചോളത്തിൽ നിന്ന് അമേരിക്ക നിർമ്മിക്കുന്ന ബർബൺ വിസ്കിയുടെയും തീരുവയും കുറച്ചു. എന്നാൽ ഇതുകൊണ്ടൊന്നും ട്രംപ് തൃപ്തനായില്ല. ഏപ്രിൽ 2 മറ്റു രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ പകരച്ചുങ്കങ്ങളിൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയത് 26% തീരുവയായിരുന്നു. പൂർണ്ണമായൊരു സ്വതന്ത്ര വ്യാപാര കരാറിന് ഇരു രാജ്യങ്ങളും നേരത്തെ നിശ്ചയിച്ചിരുന്ന കാലാവധി ഈ വർഷം നവംബർ ആയിരുന്നു. എന്നിരുന്നാലും ഇപ്പോഴത്തെ സമയപരിധിയായ ജൂലൈ 9 ഉടമ്പടിയുടെ ആദ്യ ഭാഗമെങ്കിലും തയ്യാറാക്കണമെന്ന ലക്ഷ്യത്തോടെ ചർച്ചകൾ അതിവേഗം നടന്നെങ്കിലും ഫലം കണ്ടില്ല.
ഇന്ത്യയുടെ അതിജീവന മേഖലകൾ, നിലവിലെ ഉടമ്പടി ചർച്ചകളിൽ അമേരിക്കയുടെ പൊതുവായ ആവശ്യം അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്ന തീരുവകൾ ഗണ്യമായി കുറയ്ക്കുകയോ പൂർണ്ണമായി എടുത്തുകളയുകയോ ചെയ്യണമെന്നാണ്. ഇതിനായി അവർ 2 കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയുടെ ശരാശരി തീരുവ 17% ആയിരിക്കുമ്പോൾ അമേരിക്ക ചുമത്തുന്നത് ശരാശരി 3.3% മാത്രമാണ്. 2, 2024-25 ഇന്ത്യയുമായുള്ള വ്യാപാര കണക്കിൽ $4082 കോടി കമ്മി അമേരിക്കയ്ക്ക് നേരിടേണ്ടി വന്നു. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാൻ കഴിയില്ല. കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക അസമത്വങ്ങൾ വളരെ വലുതാണ്. 2024 കണക്കനുസരിച്ച് ഒരു അമേരിക്കക്കാരന്റെ ശരാശരി വാർഷിക വരുമാനം $65,100 ആയിരിക്കുമ്പോൾ ഇന്ത്യക്കാരൻ്റെത് വെറും $2,397 മാത്രമാണ്. അതുപോലെ ഇന്ത്യയിൽ കൃഷിയെ ആശ്രയിക്കുന്നവർ 44% ആകുമ്പോൾ അമേരിക്കയിൽ അത് 2% താഴെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാർഷിക മേഖല തുറന്നുകൊടുത്താൽ അത് വലിയൊരു വിഭാഗം ജനങ്ങളുടെ ഉപജീവനത്തെ തന്നെ ദോഷകരമായി ബാധിക്കും. ഉയർന്ന സാങ്കേതിക വിദ്യയും വലിയ സബ്സിഡിയുമുള്ള അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങളോട് മത്സരിക്കാൻ നമുക്ക് കഴിയില്ല. ജനിതക മാറ്റം വരുത്തിയ വിളകളുടെ പ്രവേശന കവാടം തുറക്കണമെന്നാണ് അമേരിക്കയുടെ മറ്റൊരു ആവശ്യം. എന്നാൽ അവ ഉയർത്താവുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ അതും അംഗീകരിക്കാൻ സാധ്യമല്ല. 10,000 ആശ്രയിക്കുന്ന ക്ഷീരമേഖലയും ഇതുവരെ ഇന്ത്യ ഏർപ്പെട്ടിട്ടുള്ള ഒരു കരാറിന്റെയും ഭാഗമാക്കിയിട്ടില്ല. അതുപോലെ വലിയ തൊഴിലിടങ്ങളായ തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, രാസപദാർത്ഥങ്ങൾ, എണ്ണക്കുരുക്കൾ, ഓട്ടോമൊബൈൽ ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണ രംഗങ്ങൾ തുറന്നു കൊടുക്കണമെന്ന അമേരിക്കൻ ആവശ്യവും അംഗീകരിക്കാനാവില്ലെന്ന ശരിയായ നിലപാടാണ് ഇതുവരെയുള്ള ചർച്ചകളിൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ചർച്ചകൾ ഫലം കണ്ടില്ലെങ്കിലും കഴിഞ്ഞ ചൊവ്വാഴ്ച ട്രംപ് പ്രഖ്യാപിച്ചത് ഇന്ത്യയുമായി ചുങ്കക്കരാർ ഒപ്പുവെക്കുന്നതിന്റെ വളരെ അടുത്തായി എത്തിയിട്ടുണ്ടെന്നാണ്. നമ്മുടെ ജീവൻ മരണ പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു കരാറിലായിരിക്കും ഇന്ത്യ ഒപ്പുവെക്കുന്നതെന്ന് പ്രതീക്ഷിക്കാം. ഈ തീരുവ യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.